അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നങ്ങളുണ്ട്, ചിന്തിച്ചില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. ആരോട് ഇവിടെ വന്നെന്ന് വർത്താനം പറയണത്? ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ആരോട്? ഞാൻ ഓഫീസിൽ നിന്ന്. പിന്നെ ഓഫീസിലാ കോംപ്ലിക്കേഷൻ അമ്മ. ഓഫീസിൽ പോകല്ലേ ഇന്ന്? ഇല്ല, ഇന്ന് ഞാൻ ലീവ് എടുത്തു. ഈ ആഴ്ച ഇപ്പൊ 2 ദിവസമായില്ലേ നീ ലീവ് എടുക്കണ? ഇങ്ങനെ ഓഫീസിൽ പോകണ്ടിരുന്ന പിന്നെ എങ്ങനെയാടാ കോംപ്ലിക്കേഷൻ ആവാണ്ടിരിക്കണേ? അതിന് എന്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലമ്മ. ഉണ്ടാവേണ്ടിരുന്നത് നിനക്ക് തന്നെ കൊള്ളാം. ഈ തേങ്ങ ഒന്ന് ഒതുക്കി, തേങ്ങ ഒന്ന് ഒതുക്കി 2 എടുത്ത് പൊതിച്ചോ. കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞില്ലേ നമ്മളെ ഞായറാഴ്ച പെണ്ണാടാൻ പോണെന്ന്? അത് ശരിക്കും പറഞ്ഞാണോ? പിന്നെ തമാശക്ക് പറയാ പെണ്ണാടാൻ പോണെന്ന്? അല്ല, അമ്മ പെണ്ണിനെ നോക്കി വെച്ചാ? അത് ഞാൻ പടവലത്തെ അമ്മ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം. അപ്പൊ നമ്മളെ കുടുംബത്തിന് 2-3 പെമ്പിള്ളേരുണ്ട്. അപ്പൊ അമ്മ അതിനകത്ത് നമ്മളെ ഈ ഹരിപ്പാട് സോമൻ ചേട്ടന്റെ മോളുണ്ട്. ചെറുതിലെ ഞാൻ കണ്ടതാണ്. 10-21 വയസ്സുണ്ടാവും ഇപ്പൊ. നല്ല കുട്ടിയാണ്. അപ്പൊ എന്തായാലും ആ കൊച്ചിനെ പോയി നമുക്ക് ആദ്യം കാണാം. ബാങ്കിലെ ജോലി ഈ സോമൻ ചേട്ടന്. അപ്പൊ അമ്മ ഇന്നോ നാളെ അവരെ വിളിക്കും. അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഈ ഞായറാഴ്ച തന്നെ ആ കൊച്ചിനെ പോയി കാണണം. ഈ ഞായറാഴ്ച? എന്ത് ഈ ഞായറാഴ്ച? വേറെ ഒന്നും പിടിക്കില്ലേ വിഷ്ണു? ഈ സോമൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, നല്ല ആൾക്കാരാണ്. സരസ്വതി ചേച്ചിക്ക് ഞാൻ വെച്ചാൽ ജീവനാ. നമ്മളിപ്പോ ഒരു ആലോചന കൊണ്ട് അങ്ങോട്ട് ചെല്ലാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച തന്നെ ഇതങ്ങ് സെറ്റാക്കാം. അല്ല, ഈ സരസ്വതി സരസ്വതി എന്ന് പറഞ്ഞ പെണ്ണിന്റെ അമ്മ, നിന്റെ അമ്മയമ്മ. സാധാരണക്കാരാടാ നമ്മളെ പോലെ. അപ്പൊ പിന്നെ എന്തായാലും നടക്കൂല. നടക്കാത്ത അല്ല, സാധാരണക്കാരായ അസാധാരണ കുടുംബമാണല്ലോ നമ്മുടെ ഈ കടലാസ് പുലികളെ. കുടുംബത്തിലെ ഓഹരി വിറ്റ് കഴിഞ്ഞാൽ നമ്മള് കോടീശ്വരന്മാര്. ആ വഴി തന്നെ പോ. തേടി പിടിച്ച് കണ്ടുപിടിച്ച് വന്നേക്കുക കുറ്റം പറയാനായിട്ട്. കുറ്റം പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞതാ. അച്ഛൻ കൊണ്ടുവന്നൊക്കെ വലിയ വലിയ ബെഡാ പാർട്ടീസ് ആണല്ലോ കല്യാണാലോചനയുടെ. ഇപ്പൊ അച്ഛനൊക്കെ ഇതൊക്കെ പിടിക്കുവോ? അതിന് അച്ഛൻ ഫ്രെയിമിൽ പോലും ഇല്ലല്ലോ. കല്യാണത്തിന്റെ അന്നേ അച്ഛൻ കന്യാകുമാരി പോവും ഉദയാസ്തമയം കാണാൻ. കെട്ടുകാണാൻ അച്ഛന് താല്പര്യം ഇല്ലല്ലോ. അങ്ങനെ അമ്മ നോക്കാം, ഞാൻ തേങ്ങ പൊതിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. വീട്ടുജോലിയൊക്കെ പഠിച്ചോ, ഉടനെ വേണ്ടി വരും എല്ലാം. ചേട്ടാ, ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോ വേറെ പ്രശ്നങ്ങളൊക്കെ തലമുക്കി വരുവാണല്ലോ. അതന്നെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കണത്. ഒട്ടും പിടിയും കിട്ടണ, എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു രക്ഷയും ഇല്ലെങ്കിൽ അമ്മ പറഞ്ഞ പെണ്ണിനെ അങ്ങ് കിട്ടിക്കോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. തൊണ്ടവലയും കെട്ടിക്കിടക്കണ്ട. തൊണ്ടേരി കെട്ടിക്കിടക്കണ എല്ലാം കൂടെ പുറത്ത് വന്ന വെടിക്കെട്ടോലിരിക്കും. ഞാൻ ഒന്നും മിണ്ടില്ല, അതാണ് നല്ലത്. മിണ്ടണ്ട. ആ മാലിന്യക്കുമാരെടുത്ത് പുറത്തേക്ക് തട്ടണ്ട. നീ അണ്ടർഗ്രൗണ്ട് കളി കളിക്കാനല്ലടി. എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെറുക്കനെ വല്ല കുപ്പക്കുഴി കൊണ്ടുവന്ന തട്ടിയ അവസാനം കൈകാലിട്ടടിക്കും. ആരും കാണൂല, പറഞ്ഞേക്കാം. കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് വരവെന്ന് എനിക്ക് മനസ്സിലായി. എന്തേ ഇങ്ങള് വരാൻ വൈകി എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹരിപ്പാടാണ് പിടിച്ചേക്കണത് അല്ലേടി. കായംകുളത്തെ സോമന്റെ മകള്. അമ്മ ഹരിപ്പാട് കുടുംബത്തിലെ സരസ്വതി. കൊള്ളാം. നിന്റെ കളവിയുണ്ടല്ല നിന്റെ അമ്മ തക്കം പറഞ്ഞിരിക്കാനല്ലേ ചെറുക്കൻ്റെ കയ്യിൽ മിസ്സാവായി. അവരെ പിടിച്ചെടുത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. എത്തിയല്ലേ ആകാശവാണി? അല്ല, ഹരിപ്പാടത്തെ ആലോചനയുടെ കാര്യം നീ കേശുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു. എന്തായാലും അത്ഭുതപ്പെടാനില്ല, അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും. എന്തായാലും ഇപ്പൊ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഞായറാഴ്ച എന്തായാലും പെണ്ണ് കാണാനായിട്ട് ഇവിടുന്ന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടിയാണെങ്കിൽ കൂടെ വരാം. അഥവാ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ വരണ്ട, അതാ നല്ലത്. കൊള്ളാം. ചെറുക്കൻ്റെ അച്ഛനെ പെണ്ണ് കാണാൻ ചെറുക്കനെ വിളിക്കുന്ന രീതി കൊള്ളാം. ഇതിപ്പോ നേരത്തെ ചൊറപ്പിച്ചല്ലേ, എല്ലാം ഭവാനിയമ്മയുടെ പ്ലാൻ അല്ലേ. ഇത് വെറുതെ ഒരു പേരിനൊരു പെണ്ണാണല്ലേ, ഇത്രേ ഉള്ളൂ. അമ്മ ഇത് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് ഈ പെണ്ണ് കണക്കി കൊണ്ടോണേ? അമ്മ മാത്രമല്ല, എൻ്റെ അച്ഛനും അറിഞ്ഞിട്ടുള്ളതാ ഇത്. അതുകൊണ്ട് മിക്കവാറും ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ. അപ്പൊ ചെറുക്കൻ്റെ ഭാവി ജീവിതം ഇനി ചോനറത്തരയില്ലേ.
കുഴിപ്പള്ള ലച്ചു എന്ന് പറയും പോലെ ചോനർത്തല മുടിയൻ. ആ അത് കൊള്ളാം, കേൾക്കാൻ രസമുണ്ട്. കേശുവേ എന്തുമ്മാ? എന്ത് പോണത്? ഏ? എന്ത് പോണത്? ചുമ്മാ പോയാ? വെറുതെ വന്നതാ? ചുമ്മാ വന്നു. വെറുതെ വന്നതല്ലെന്ന് മനസ്സിലായി. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ഏത് വഴിക്ക് പോണ് എന്നറിയാൻ വേണ്ടി വന്നതല്ലേ? അല്ലമ്മ, സത്യം പറഞ്ഞ ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് അച്ഛനോട് പറയാതിരിക്കാൻ തോന്നിയില്ല. പാവം തോന്നിയമ്മ. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പാവവും സങ്കടമൊക്കെ തോന്നോടാ, പക്ഷെ തിരിച്ച് അച്ഛന് നമ്മളോട് അങ്ങനെ തോന്നൂലല്ലോ. അച്ഛൻ്റെ നാളെ എപ്പോഴാണെങ്കിലും പ്രതീക്ഷിക്കാം. എന്റെ കയ്യിൽ നിന്നും അടി എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. വേണ്ടമ്മ. ഇന്നൊന്നും ലച്ചു ആലോചിച്ചോണ്ടിരിക്കണേ. സിദ്ധു വല്ലതും വിളിച്ചു പറഞ്ഞാ? എന്താന്ന് സിദ്ധു വിളിച്ച് പറഞ്ഞോന്ന്? സിദ്ധു വിളിച്ച് എന്തു പറയാ? അല്ല, നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണ എന്ത്? അത് ഇന്നലെ തൊട്ട് ഭയങ്കര തലവേദനയൊക്കെയാണ്. അപ്പൊ മൂഡ് ശരിയല്ല, അതാ. എല്ലാം കൊണ്ടും തലവേദന തന്നെ. പക്ഷെ തലവേദന ഏറ്റവും കൂടുതൽ എനിക്കായെന്ന് മാത്രം. അമ്മ, ഈ ഹരിപ്പാടിലെ പെണ്ണിന്റെ കാര്യത്തിലേ അപ്പൂപ്പനൊക്കെ ശരിക്കും ഇടപെട്ടോ? പിന്നെ ഇടപെടാണ്ട്. എന്തായാലും നെയ്യാറ്റിങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് പറയണം. സുരേന്ദ്രനടുത്തും വിളിച്ച് പറയണം. എൻ്റെ ഫോൺ അപ്പുറത്ത പറയട്ടെ. എന്തേച്ചി? എന്ത്? ചേട്ടൻ ഇത്രയും ദിവസം കളന്മാരെ ചവിട്ടി എസ്കേപ്പ് ആയതുപോലെ അല്ല ഏട്ടാ ഇത്. കാരണം അച്ഛൻ കൊണ്ടുവരുന്ന കേസ് മിക്കവാറും തള്ളിപ്പോന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷെ ഇതേ അമ്മയാണ്, സുപ്രീം കോടതിയാ. ചേട്ടൻ എന്തായാലും വിധിക്കും.